നമുക്ക് ലെഫ്റ്റാ. അതെ, പക്ഷെ അവിടുത്തെ വീടിനേക്കാളും കുറച്ചും കൂടെ സുനാമി ഒന്ന് ആദ്യം അടിച്ചു പോകും നമുക്കൊക്കെ. In a quarter of a mile, turn left onto Cromer Road, A149. സുനാമി പറഞ്ഞിട്ടില്ലടാ ഇന്ന് വരുമെന്ന്. എന്തായാലും നമ്മുടെ ബീച്ചിലേക്ക് ഇനിയും ദൂരം ഉണ്ട് കേട്ടോ. ഇനി 1.1 മൈലുണ്ട്. പക്ഷെ ഇവിടുന്നേ കാണാം. നോക്കി ആ വീടൊക്കെ നോക്കി അവിടെ ഇരിക്കണേ. അടിപൊളി. ഇവിടെ നിങ്ങൾ Turn left. ഇന്ന് ഞങ്ങളിവിടെ ഒരു ബീച്ചിൽ വന്നേക്കുക കേട്ടോ. ഒരു അടിപൊളി ബീച്ചാണ്. അപ്പോൾ നമ്മൾ കാർ പാർക്ക് ചെയ്തിട്ട് ഇങ്ങനെ നടക്കുവാണ്. ഇനി പാർക്കിങ്ങിൻ്റെ പേയ്മെൻ്റ് ഒക്കെ ചെയ്യണം. അത് ദൂരെ ബീച്ച് കാണാം, കണ്ടോ? ഇവിടെ ഇങ്ങനെ വീടുകളൊക്കെ ഉണ്ട്. എന്ത് രസമല്ലേ ഈ വീട്ടിലൊക്കെ താമസിക്കുന്നവരുടെ ഭാഗ്യം. എല്ലാ ദിവസവും കടൽ കാണാം. ഈ ഒരു ബീച്ചിൻ്റെ പേര് ഷെറിങ്ങ ബീച്ച് എന്ന് കേട്ടോ. ഞാൻ പ്രൊണൗൺസ് ചെയ്യുന്നത് കറക്റ്റാണോ എന്ന് അറിയത്തില്ല. അങ്ങനെയാണ് ഇതിൻ്റെ പേര്. ഇതാണ് കേട്ടോ പോസ്റ്റ് കോഡ്. അപ്പോൾ നിങ്ങൾക്ക് ആർക്കെങ്കിലും വരണമെങ്കിൽ ഈ ഒരു പോസ്റ്റ് കോഡ് വെച്ചിട്ട് വന്നു കഴിഞ്ഞാൽ ഈ കാർ പാർക്കിലോട്ട് വരാം. വണ്ടി ഇവിടെ പാർക്ക് ചെയ്തിട്ട് കുറച്ച് ദൂരം നടക്കാനായിട്ട്. സമ്മറായപ്പോൾ എല്ലാവരും ഇതുപോലെ ബീച്ചിൽ സ്പെൻഡ് ചെയ്യാനായിട്ട് വന്നിരിക്കുന്നുണ്ടോ. ഇതാണ് ബീച്ച്. ഒരാൾ റെഡി ആയി നിൽക്കുവോ ബീച്ചിൽ പോവാനായിട്ട്? പിന്നെ റെഡി? ഇവിടെ ഇങ്ങനെ കുറേ ഹട്ടുകളുണ്ട്. നമുക്ക് നമ്മുടെ തിങ്സൊക്കെ ഇവിടെ കീപ്പ് ചെയ്യാം. നമുക്ക് റെസ്റ്റ് എടുക്കാം, ഡ്രസ് ചേഞ്ച് ചെയ്യാം. നമ്മളിവിടോട്ട് ഇറങ്ങുവാണ് കേട്ടോ. നമുക്കിങ്ങനെ കുറേ ഉണ്ട് ഇവിടെ സ്ഥലം. നമുക്ക് ആളില്ലാത്ത സ്ഥലം നോക്കി പോകണമെങ്കിൽ അങ്ങനെ പോകാം. പിന്നെ ഒരുപാട് തിരക്കുള്ളവർ നിൽക്കുന്നതാണ്. നല്ലൊരു വെയിലുണ്ടെങ്കിലും വലിയ കുഴപ്പമില്ല കേട്ടോ. നല്ലൊരു തണുത്ത കാറ്റ് തന്നെയായിരിക്കും. അത് വലിയ പ്രശ്നമില്ല. നല്ല തണുപ്പുണ്ട് കേട്ടോ. ഡോഗ്സ് ഒക്കെ ഓടി കളിക്കുന്നുണ്ട്. തെളിഞ്ഞ വെള്ളമാണ്. സാധാരണ ഇവിടുത്തെ ബീച്ചസ് ഒന്നും കൊള്ളത്തില്ല, ഭയങ്കര കലങ്ങിയ വെള്ളമായിരിക്കും. പക്ഷെ ദിസ് വൺ ഈസ് കണ്ടോ, നല്ല സൂപ്പർ വെള്ളം. പക്ഷെ നല്ല വെള്ളം. ആരെങ്കിലും ബീച്ചിൽ വരാൻ ഉദ്ദേശിക്കുന്നുണ്ടെങ്കിൽ ഈ ബീച്ച് വന്നാൽ മതി. ഇത് അടിപൊളി ബീച്ചാണ്. നല്ല ക്രിസ്റ്റൽ ക്ലിയർ വാട്ടർ. ഭയങ്കര നമുക്ക് കുറേ ദൂരം വരെ പോവാൻ. ആഴം വളരെ കുറവായിട്ടുണ്ടോ.
എന്റെ ഹൃദയം ചവിട്ടി തൂക്കുന്ന കാണുന്നു. നോക്കുക പട്ടിക്കുട്ടൻ കളിക്കുന്ന വെള്ളത്തിൽ. അടിപൊളി. അവൻ ആ ബോള് എടുത്തോണ്ട് വരിക, അവരിട്ട് കൊടുക്കും, അവൻ വരും. പോണുണ്ടോ ബോളെടുക്കും എടുക്കാൻ. അടിപൊളി വൈബായിരിക്കും, രാത്രിയൊക്കെ അടിപൊളിയായിരിക്കും. ഇച്ചും കൂടെ പോയി റെസ്റ്റ് എടുക്കണം. വെള്ളത്തിലൊക്കെ ഇറങ്ങി കഴിഞ്ഞു കേട്ടോ. വെള്ളത്തിലൊക്കെ ഇറങ്ങി കഴിഞ്ഞിട്ട് കാലുണങ്ങാനായിട്ട് കഴിഞ്ഞോ? മീന എൻജോയ് ചെയ്തോ? ഇഷ്ടപ്പെട്ടോ? ബീച്ച് ഇഷ്ടായോ? എന്തോ ജീവി. അപ്പൊ ഞങ്ങൾ ബീച്ചിൽ നിന്ന് പോവാണ്. അടിപൊളി ബീച്ച്, നന്നായിട്ട് നമ്മളിവിടെ എൻജോയ് ചെയ്തു. ഇനി ഞങ്ങൾ നെക്സ്റ്റ് ടൈം വരുമ്പോഴത്തേക്ക് ബീച്ചിൽ ഇറങ്ങാനുള്ള കോസ്റ്റ്യൂമായിട്ടായിരിക്കും വരുന്നത്. ഇത്തവണ നമ്മൾ അത്ര എങ്ങനെയായിരിക്കും എന്നറിയില്ല, നമ്മൾ പ്രിപ്പയർഡ് അല്ലായിരുന്നു. കൊച്ചു മാത്രം സ്വിം സ്യൂട്ട് എടുത്തു. അപ്പൊ ദാ നമ്മളെല്ലാവരും ഇവിടെ നിന്ന് പോവാ. ഞങ്ങൾക്ക് എല്ലാവർക്കും നല്ല വിശപ്പാ. അപ്പൊ ഞങ്ങള് ഐസ്ക്രീം, ഇവിടെ കോഫി ഉണ്ടടാ. അയ്യോ ഓക്കെ, എന്നാ ഐസ്ക്രീം. ഇവിടെ ക്ലോസ് ചെയ്തു. അതെ, വിശക്കുന്നുണ്ട്, പക്ഷെ കുഴപ്പമില്ല. നമ്മള് അവിടെ കുറച്ച് ദൂരെ കൂടെ കണ്ട് നടന്നിട്ടൊക്കെ തിരിച്ചു പോകാന്ന് കരുതി. ബീച്ചിനൊക്കെ ഇറങ്ങി ഇപ്പം നമ്മളിങ്ങനെ ഫുഡ് കഴിക്കാൻ എൻ്റെ റെസ്റ്റോറൻറ്റ് തപ്പി നടക്കുകയാണ്. ഇവിടുത്തെ വീടുകളൊക്കെ കാണാൻ ഭയങ്കര ഭംഗിയാണ്. വെരി ബ്യൂട്ടിഫുൾ ഹൗസസ്, ഇങ്ങനെ പേപ്പിൾസ് വെച്ചിട്ടുള്ള ഹൗസസ്, ഓളൊക്കെ ഇങ്ങനെ പേപ്പിൾസ് വെച്ചിട്ട്. ഫുള്ള് ലാവൻഡർ. നമ്മൾ റെസ്റ്റോറൻറ്റ് തപ്പിയുള്ള നടപ്പാണ് കേട്ടോ. കാർ അവിടെ പാർക്ക് ചെയ്തിട്ട് നടന്നു പോകാമെന്ന് വിചാരിച്ച്. കാഴ്ചകളൊക്കെ കണ്ടിട്ട് അടിപൊളി സ്ഥലം, ബ്യൂട്ടിഫുൾ പ്ലേസ്. ഹൈഡ്രാഞ്ചി നോക്ക്, എന്ത് ബ്യൂട്ടിഫുള്ളാണ്. ബ്യൂട്ടിഫുൾ ഹൈഡ്രാഞ്ചിയ.
ചോദിക്കണതേ പറയട്ടെ. റെയിൽവേ സ്റ്റേഷനാണ് ഇവിടുത്തെ. ഓ ഇത് ലാസ്റ്റ് ആണെന്ന് തോന്നുന്നു. ഫൈനലി ഒരു ഇന്ത്യൻ റെസ്റ്റോറൻറ്റ് കണ്ടുപിടിച്ചു. നമ്മളപ്പോൾ അവിടെ നിന്ന് പോയി നോക്കുക. ഫുഡ് എങ്ങനെയുണ്ടെന്നൊന്നും അറിയത്തില്ല. എനിവേ അവിടെ പോയി നോക്കാമെന്ന് വിചാരിച്ചു. ഞങ്ങൾ ഫൈനലി ഇന്ത്യൻ റെസ്റ്റോറൻറ്റിൽ കയറി ഫുഡൊക്കെ ഓർഡർ ചെയ്യാൻ പോവാ. നല്ല വിശപ്പുണ്ട് എല്ലാവർക്കും. ഭക്ഷണം വന്നിട്ട് കാണാം. ഞങ്ങളുടെ ഫുഡൊക്കെ വന്നു. ഫുഡൊക്കെ കഴിക്കുകയാണ്. നിന്നെക്കൂട്ടിന് എന്തിനാ വേണ്ട? ഞാൻ ഫോൺ ഇട്ടിട്ടാണ് അത് ഉപ്പാടാ. നമ്മള് ഇതാ ഫുഡൊക്കെ കഴിച്ച് ഇറങ്ങി. അടിപൊളി ഫുഡായിരുന്നു. ഫയറൊക്കെ ഫുള്ളായി. ആ അമ്മയുടെ കാലം നോക്ക്. ഈ ട്രെയിൻ കണ്ടോ? കൽക്കരി കൊണ്ട് ഓടുന്ന ട്രെയിനാണ് കേട്ടോ. ഇവിടെ ഉള്ള സ്റ്റേഷനാണ്, പഴയ സ്റ്റേഷൻ. ഇവിടെ എല്ലാം ഇങ്ങനെ പഴയ ട്രെയിൻ നിർത്തിയിട്ടൊക്കെ. ഇത് ഓടുന്നതാണോന്നൊന്നും അറിയത്തില്ല. പക്ഷെ ഇതിലെല്ലാം കുറേ ഇത് ഓടുന്നല്ല കേട്ടോ. ഇതിനകത്തൊക്കെ കുറേ എന്തൊക്കെയോ സാധനങ്ങളൊക്കെ നിറച്ച് വെച്ചിട്ടുണ്ട്. പക്ഷെ നല്ല ഭംഗിയുണ്ട് കാണാൻ. ഇതാ ഇവിടെ എന്തോ ഒരു സംഭവം നടക്കുന്നുണ്ട്. ഈ കൽക്കരി ട്രെയിനിൽ നമുക്ക് ട്രാവൽ ചെയ്യാം. കണ്ടോ അവിടെ എഴുതി വെച്ചിരിക്കുന്നത് എൻജോയ് അൺലിമിറ്റഡ് ട്രാവൽ ഓൾ ഡേ. നമ്മൾ ഇതിനകത്തോട്ടൊന്ന് കയറി നോക്കും. ട്രെയിൻ. അപ്പൊ ഇന്നത്തെ ഞങ്ങളെ കറക്കം കഴിഞ്ഞു. ഇനി ഞങ്ങൾ തിരിച്ച് വിസ്പിച്ചിലോട്ട് പോവാണ്. അപ്പം ബൈ. എല്ലാരും ഒരു ബായ് പറയോ ലാസ്റ്റ്? ബൈ.